റഷ്യയും ഉക്രൈനുമായി നടക്കുന്ന യുദ്ധം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയുകയാണ് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് തെയോഫിൽ ബാർട്ടോസെവ്സ്കി. ഈ യുദ്ധം കൂടുതൽ വഷളാകുന്നത് തടഞ്ഞത് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് എന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഗൗരവമായി കാണുന്ന ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്നും അദ്ദേഹം പരാമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ വില നൽകുന്നുണ്ടെന്നും റഷ്യയെ സ്വാധീനിക്കാൻ കഴിവുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോളതലത്തിൽ മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന മികച്ചൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രധാനമന്ത്രി മോദിയെന്നും റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലത്തെ അടിയുറച്ച ബന്ധമുണ്ടെന്നും കൂടെ ബാർട്ടോസെവ്സ്കി പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. റഷ്യൻ ഫെഡറേഷനുമായും അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനുമായും ചേരിചേരാ നയത്തിലൂടെ ഇന്ത്യ നിലനിർത്തിപ്പോന്ന ദീർഘകാല സൗഹൃദം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി മോദി പറയുന്നത് പ്രസിഡന്റ് പുടിൻ അതീവ ശ്രദ്ധയോടെയാണ് കേൾക്കാറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2022 അവസാനത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക പങ്കാണ് വഹിച്ചതെന്നും പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ശക്തമായി ഇടപെടാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യക്കൊപ്പം റഷ്യയുടെ മേൽ നിർണായക സ്വാധീനമുള്ള മറ്റൊരു രാജ്യം ചൈനയാണ് എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പോളണ്ടും തമ്മിൽ മുമ്പ് നിലനിന്നിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി പരിഹരിച്ചതായും ബാർട്ടോസെവ്സ്കി വ്യക്തമാക്കി. രാജ്യാന്തര ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയുടെ യുദ്ധ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുന്നു എന്നതിൽ പോളണ്ടിന് അന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള തന്ത്രപ്രധാനമായ നിലപാടുകൾ കൃത്യമായി മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അതൊരു തർക്കവിഷയമേ അല്ലെന്നും അദ്ദേഹം പറയുന്നു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രധാനമെന്ന് കരുതുന്ന എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ബന്ധം വികസിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പുടിൻ പ്രശംസിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോളണ്ട് വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണമുണ്ടായത്. റഷ്യയും ഉക്രൈനുമായുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ചയുടെ മേശയിലെത്തിയാൽ മാത്രമേ അവസാനിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്നും യുദ്ധകളത്തിൽ ഒരു പരിഹാരവും വരില്ലെന്നും ഉക്രൈന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാരോട് താൻ നേരിട്ട് പറയുമെന്നും അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സംഘർഷം പരിഹരിക്കാനുള്ള ദൗത്യത്തിന് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ലോക നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അന്ന് രംഗത്ത് വന്നിരുന്നു. എല്ലാ നേതാക്കളുടെയും ശ്രമങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയോടൊപ്പം ഒരു സംയുക്ത പത്രസമ്മേളനം നടത്തുമ്പോഴാണ് പുടിൻ പറഞ്ഞത്. 2022 ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മോദി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും പുടിനുമായും നിരവധി തവണ സംസാരിക്കുകയും സംഭാഷണത്തിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും ഈ യുദ്ധം സമാധാനപരമായി പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന 22ാമത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സമ്മേളനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ മോസ്കോയിൽ കണ്ടുമുട്ടുകയും ചെയ്തു. ഓഗസ്റ്റിൽ ഉക്രൈനിലേക്കും യാത്ര ചെയ്തു. രണ്ട് അവസരങ്ങളിലും സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള പാതയിൽ സജീവമായ പങ്ക് വഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് മോദി പറയുകയും ചെയ്തു.